Hi everyone, welcome back. Today we are going to discuss first question from exercise 11.3 of three-dimensional geometry. Are you ready? Let us start. Okay. Determine the directional cosines of the normal to the plane and the distance from the origin. നമുക്ക് directional cosines of the normal to the plane ആണ്. പ്ലെയിൻ്റെ എക്സസൈസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. ഓക്കെ, ഡയറക്ഷണൽ കൊസൈൻസ് ഓഫ് ദി നോർമൽ ടു ദ പ്ലെയിൻ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡയറക്ഷണൽ റേഷ്യോസ് ഓഫ് ദ നോർമൽ ടു ദ പ്ലെയിൻ ax plus by plus cz is equal to d are a b and c. മനസ്സിലായല്ലോ? ഡയറക്ഷണൽ റേഷ്യോസ് ഓഫ് ദി നോർമൽ ടു ദ പ്ലെയിൻ, ഇതാണ് പ്ലെയിൻ്റെ ഇക്വേഷൻ. അതിലെ ഡയറക്ഷണൽ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കുന്ന ഡയറക്ഷണൽ കൊസൈൻസ് ആണ്. എങ്ങനെ നമ്മൾ ഡയറക്ഷണൽ റേഷ്യോസ് കിട്ടിയ ഡയറക്ഷണൽ കൊസൈൻസ് കാണുന്നത്? ഡയറക്ഷണൽ കൊസൈൻസ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ദെൻ ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, then c divided by root of a square plus b square plus c square. Am I correct? Okay. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ z is equal to 2 ആണ്. z is equal to 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി. 0x plus 0y പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2. കണ്ടോ? അപ്പോൾ നമ്മുടെ എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 0, സി ഈസ് ഈക്വൽ ടു 1, ദെൻ ഡി ഈസ് ഈക്വൽ ടു 2. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്ഷണൽ കൊസൈൻസ് കാണാമല്ലോ. ഡയറക്ഷണൽ കൊസൈൻസ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ, എ മീൻസ് 0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മീൻസ് ദാറ്റ് ഈസ് 1. 0 by 1, that is 0. Then b divided by b also 0, then we will get 0. Then c divided by root of a square plus b square plus c square means that is 1. Okay, then directional cosine is equal to 0, 0, 1. അപ്പോൾ ഡയറക്ഷണൽ കൊസൈൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ഡിസ്റ്റൻസ് കൂടെ കാണണം നമുക്ക്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ അതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കിക്കേ. എന്താണ് നമുക്ക്? ഡിസ്റ്റൻസ് ഓഫ് ദി നോർമൽ ടു ദ പ്ലെയിൻ ഫ്രം ദ ഒറിജിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, പറയേ, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ്, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 plus z1 plus d divided by root of a square plus b square plus c square. കണ്ടോ? ഇതാണ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഫ്രം ദ പ്ലെയിൻ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ടു ദ പ്ലെയിൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ടു ദ പ്ലെയിൻ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ടു ദ പ്ലെയിൻ. പക്ഷെ നമുക്കിവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ പ്ലെയിൻ ആണ്. ഒറിജിൻ എന്ന് പറയുമ്പോൾ x1 y1 z1 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് d ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ആം ഐ കറക്റ്റ്? ഏത്? d ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ പ്ലെയിൻ. Perpendicular distance of origin from the plane, then x1 y1 z1 is 0, then we will get d divided by root of a square plus b square plus c square.
Am I correct? Okay. അപ്പോൾ നമ്മുടെ d നമുക്കറിയാം d എന്താ ഇവിടെ 2. Okay, that is equal to 2 divided by root of a square plus b square plus c square means that is 1. Then we will get 2. That is the perpendicular distance of the normal to the plane from the origin. Am I correct? Understood? Okay, then we can see second problem. അപ്പോൾ നമ്മുടെ സെയിം തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. സെയിം ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞോളൂ. ഇനി നിങ്ങൾക്ക് തന്നെ പറയാം എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 1, സി ഈസ് ഈക്വൽ ടു 1, ദെൻ ഡി ഈസ് ഈക്വൽ ടു 1. ദെൻ ഡയറക്ഷണൽ കൊസൈൻസ് കണ്ടേ. ഡയറക്ഷണൽ കൊസൈൻ ഈസ് ഈക്വൽ ടു a divided by 1 divided by root of a square plus b square plus c square means 1 square plus 1 square plus 1 square, that is equal to root 3. Then b divided by 1 by root 3. Then c divided by 1 by root 3. എളുപ്പമല്ലേ? കിട്ടി. ഇനി നമുക്ക് ഇനി എന്താ കാണുന്നത്? That is the distance from the origin. Okay, distance from the origin കാണാനായിട്ട് നമുക്ക് അറിയാം d divided by root of a square plus b square plus c square ആണ്. d എന്ന് പറഞ്ഞാൽ 1. 1 divided by root of a square plus b square plus c square means 1 by root 3. Understood? Okay, then we can see third question. Third question, 2x plus 3y minus z is equal to 5. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ പറഞ്ഞോളൂ. ഡയറക്ഷൻ റേഷ്യോസ് എന്താ? എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു 3 ആൻഡ് സി ഈസ് ഈക്വൽ ടു -1 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 5. ഡയറക്ഷണൽ കൊസൈൻസ് പറയും. ഡയറക്ഷണൽ കൊസൈൻ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ. അത് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നമുക്ക് ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് b square plus c square, that is equal to root of 2 square means that is 4 plus 3 square means that is 9 minus 1 square means that is 1, that is equal to root 14. ചെയ്ത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ട് ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ 2 divided by root 14, then 3 divided by root 14, then minus 1 divided by root 14. എളുപ്പമല്ലേ? ഇനി പറഞ്ഞോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ പറഞ്ഞോളൂ. ദാറ്റ് ഈസ് ഡി എന്തായിരുന്നു നമ്മുടെ 5 ഡിവൈഡഡ് ബൈ റൂട്ട് 14. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഡി ദാറ്റ് ഈസ് 5y plus 8 ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ്റെ മോഡൽ ഒന്ന് എഴുതി നോക്കാം. 0x പ്ലസ് y മീൻസ് ദാറ്റ് ഈസ് 5y പ്ലസ് 0z ഈസ് ഈക്വൽ ടു -8. കറക്റ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ് ഇല്ലാത്തതുകൊണ്ട് 0x എന്ന് ഇട്ട് കൊടുത്തു. പിന്നെ 5y ഉണ്ട്. പിന്നെ z ഇല്ലാത്തൊരു 0z എന്ന് കൊടുത്തു. 8 നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കെല്ലാം കിട്ടിയല്ലോ. a ഈസ് ഈക്വൽ ടു 0, b ഈസ് ഈക്വൽ ടു 5, c ഈസ് ഈക്വൽ ടു 0, d ഈസ് ഈക്വൽ ടു -8. ഓക്കെ, നമുക്ക് ആദ്യം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വേണേൽ കണ്ടുവയ്ക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് c square, that is equal to root of a means 0, b means 25, 5 square means 25, c also 0, so that is equal to 5. ഇനി നമുക്ക് എന്താ ഡയറക്ഷണൽ കൊസൈൻസ് കാണാം അല്ലേ. ഡയറക്ഷണൽ കൊസൈൻ ഈസ് ഈക്വൽ ടു എ മീൻസ് 0 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് മീൻസ് 0. ദെൻ ബി മീൻസ് ദാറ്റ് ഈസ് 5 by 5 means that is 1. Then c means that is 0, 0 by 5 means that is also 0. So directional cosines 0, 1, 0. Then distance from the origin, that is d is equal to -8. Modulus of -8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 divided by 5, 8 by 5. Understood? Okay. Then the second question we will study in the next class. Until then, bye bye.